അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനൊരു ഫാമിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിയ സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ ക്രൈസ്റ്റ് ചർച്ചിക്ക് പോയോണ്ടിരിക്കുന്ന ആ റൂട്ടിലൊരു ഫാം കണ്ടപ്പം കയറിയതാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ അപ്പാപ്പന്. ഈ അപ്പാപ്പൻ്റെ ആണ് ഈ ഫാം. ഇവിടെ തന്നെയാണ് താമസിക്കുന്നതും. ഇതല്ലാതെ തോനെ കൃഷിയിടങ്ങളുണ്ട് കേട്ടോ. ഈ ഹെക്ടേഴ്സ് കണക്കിന് സ്ഥലങ്ങൾ ഇയാളെ പേരിലുണ്ട്. പല കൃഷി നടത്തുന്നുണ്ട്. Peach. Yeah, nice. There's some pictures on that's grapes. Grapes. Wow. Grapes ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഈ കാണിച്ചിരുന്ന കേട്ടോ മാജിക് പിയർ. ഇതൊരു ആപ്പിളിൻ്റെയും പിയറിൻ്റെയും ക്രോസ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അത് പറയാണ് വാലിടണം. ഇത് വലുതായി കഴിഞ്ഞാൽ ഉള്ളിൽ നല്ല ജ്യൂസിയാണ്, സ്വീറ്റാണ്. അതുകൊണ്ട് ബേർഡ്സ് വന്നത് എടുത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് ഇത് വാലിടണം എന്നൊക്കെയാണ് ഈ പറയണത്. ഈ കാണിച്ചിരുന്ന ഫ്രൂട്ട് പ്ലം ആട്ടോ. പ്ലമ്മിൻ്റെ മരമാണ് കേട്ടോ ഈ വരുന്നത്. ഇത് അരച്ച് കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ടെന്ന് കേട്ടോ അയാൾ പറയണത്. ഇഷ്ടം പോലെ നിലത്ത് കൊയിനാടി കിടക്കണ്ടേ. നമ്മളോട് എടുക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. നല്ല മധുരം ഉണ്ടായിന്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട്. Thank you. Here's another tree of the same. Same look. So this is a pear tree. That's the pillar. That's the original pear. That's the coated one. What is her name? That's the pear. Pear. Hey, your name? Christopher. Christopher. Oh, nice. That's a pear. Yeah, It's got cotton moth. okay. It's no good. Look, Yeah. there's a bug gone up in there. Yeah. Okay. So there's an apple. That's a cooking apple. Rightio. This is a fig tree. മുപ്പര് നമ്മൾ എവിടെ ഉള്ളതെന്നൊക്കെ ചോദിക്കണം കേട്ടോ. അപ്പോൾ ഇന്ത്യയിലുള്ളതെന്ന് പറഞ്ഞപ്പം മുപ്പര് ഡൽഹിയിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത്. And there's that's another plum tree over there, but yellow. Yellow. യെല്ലോ കളറിലുള്ള പ്ലം കാണിച്ചു തരാൻ കൊണ്ടുപോകാൻ കേട്ടോ. ഇഷ്ടം പോലെ നിലത്ത് കൊയിനാടി കിടക്കുന്നുണ്ട്. മറ്റേൻ്റെ മാതിരി തന്നെ നമുക്ക് ഇഷ്ടം പോലെ പുറക്കി തന്നു കേട്ടോ. നമ്മളോട് എടുക്കാനും പറഞ്ഞ്. You can eat that. They're beautiful to eat. There's one just. I need to. Oh, there was just not many there. No. So how do you sell it here or you sell it on the market? What? Those? No, really. Those. Not so much these. Boysenberries. Boysenberry. They've got to be black. Raspberries. That's raspberries over there. Oh, okay. Where these, the birds have eaten these ones. But if you come over here. ആ ഫസ്റ്റ് കണ്ടത് നമ്മൾ പോയ്സൺ ബെറി ആട്ടോ. അത് നമുക്ക് കഴിക്കാൻ പറ്റൂലേ. കിളികൾക്കൊക്കെ കഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റൂല. അപ്പോൾ വലയിലിട്ടച്ചില്ലേ, അതാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് കേട്ടോ. They've got to be dead black. Right. ബെറീസൊക്കെ ഇവിടെ ഉണ്ടാവെങ്കിലും ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അതുകൊണ്ട് കിളികൾ കൊത്തി കൊണ്ടുപോകാതെക്കാനും വേണ്ടി വല ഇട്ടച്ചാട്ടോ. നെറ്റ് കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവര്. Oh, the birds will eat that. Just eat that. Look at that bush over there. ശരിക്കും എന്താ വെച്ചാൽ ശരിക്കും നമ്മളെ ഇവിടുത്തെ എല്ലാ ഫാമുക്കൊന്നും അങ്ങനെ കയറ്റമൊന്നുമില്ല. എന്താ ബയോസെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളെ ആരും കയറ്റൂല. ഇത് വെച്ചാൽ മൂപ്പര് വീട് അടുത്ത് തന്നെയാണോ. മൂപ്പര് വീടിൻ്റെ അടുത്തുള്ള ചെറിയ ഏരിയയിൽ മൂപ്പര് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും കുഴിച്ചിട്ടത് അത് കാണിച്ചു തരാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ആയോന്നില്ല. So it will become black? Oh yes. When it ripens. When it's ripe, it's really dark black. So One now- there, one here, one over there. You got too much plum varieties here. Plum. This is an English cooking apple. The ones and a Granny Smith apple. ഇഷ്ടം പോലെ ഇംഗ്ലീഷ് കുക്കിംഗ് ആപ്പിളും മൂപ്പരെടുത്തുണ്ട് കേട്ടോ. ആ കാണുന്നതൊക്കെ കുക്കിംഗ് ആപ്പിൾ തന്നെയാണ് വരുന്നത്. What is this? Oh, they're quince. 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 It's an English tree, Yeah. but they'll go to quince. And they'll go to about that round. You can't eat them. Oh. You have to cook them and Oh. put sugar with them. Really, they're quite bitter, Okay. but they make jam and things. മൂപ്പര് പറഞ്ഞാന്ന് വെച്ചാൽ ഇത് കുക്ക് ചെയ്ത് കഴിക്കാനാ പറ്റുക. എന്താ സംഭവത്തിൽ ഈ ക്യുൻസ് ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര കഴുപ്പും ഭയങ്കര ഹാർഡായിട്ടുള്ളതാണ്. ഇത് കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആവും ചെയ്യും.
നല്ല ഫ്ലേവർ വരും ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിക്കാരം കഴിക്കാൻ. അല്ലാതെ കുക്ക് ചെയ്യാതെ കഴിക്കാൻ നമുക്ക് കഴിയൂല. You got too many birds as well. And this one's got a bug in it. Pack and save. Count That on time vegan. drink. That's a bad count. That's what it comes with. Yes. So when you take you can smell it. Blackcurrant is really good for the digestive system. It's so familiar to you. ഞാനിപ്പോൾ ഈ കാണിച്ചിരുന്ന ഈ ചെറിയ ഏരിയയിലുള്ള ഇപ്പം മരങ്ങളാട്ടോ, അതിലുണ്ടായ ഫ്രൂട്ട്സാണ് ഞാൻ കാണിച്ചു തന്നത്. അല്ലാതെ ഒരുപാട് വലിയ ഏരിയയിലല്ല ഇതൊന്നും കുഴിച്ചിട്ട്, ആകെ കുറച്ച് ഏരിയ ഉള്ളൂ വീടിൻ്റെ അടുത്ത് തന്നെ. അതിൽ കുഴിച്ചിട്ട മരങ്ങളിൽ കായ്ച്ച കായ്കളാട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. So you have them in India for Joas? No, Fajova. Fajova. It's a green thing. Green. Green long fruit. You saw it on the countdown of. No, you won't see it. Oh, you might. I doubt there's any Fajovas in the മൂപ്പര് പറഞ്ഞപ്പോൾ ഏതോ കേട്ട പരിചയത്തിൽ ഫജാവ എന്നൊക്കെ വലിയ കോളിൽ പറഞ്ഞേ, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടണില്ല കേട്ടോ ഏത് ഫ്രൂട്ടാണ്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഇതല്ല കേട്ടോ, ഇതിൻ്റെ അപ്പുറത്തുള്ള തേയ്മ പൂ ഇട്ടിട്ടുണ്ടല്ലോ, കൈ അയച്ചിട്ടില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഒരു അടക്കപ്പായം, അതേപോലെ അടക്കപ്പായത്തിൻ്റെ ഒരു വേറെ ടൈപ്പാണ് കേട്ടോ. കുറച്ച് നീളം ഉണ്ടായിക്കൊണ്ടാണ്, ഏകദേശം അടക്കപ്പായത്തിൻ്റെ അതേപോലെ തന്നെയാണ് വരുന്നത്. ഞങ്ങളെ നാട്ടിൽ അടക്കപ്പായ അതേപോലെ പേരക്കാന്നാ പറയാ, നിങ്ങളെ നാട്ടിൽ എന്താ പറയാ നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ആ ഏകദേശം അതിൻ്റെ അതേപോലെയുള്ള ഒരു ഫ്രൂട്ടാണ് ഫജോവ എന്ന് പറയണത്. North Island. So now we're driving a van tonight. Yeah. To Ekarara. Sorry, what? Where you going? Ekarara? No, we are coming from Ekarala. Oh, you're coming. Yeah, going back to Christchurch. Christopher. Yeah, so our major crop is asparagus. മൂപ്പര് ചെറിയ രീതിയിൽ ഇത് കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ, വേണ്ടവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാം. Rocket new potatoes. $20. Let me try walnut. It's a fresh. One bag. One bag. Yep. Yeah. You I want like walnuts? walnut, yeah. You want walnuts? So how long you've got in New Zealand? How long? It's been 2 years. No. How long you? You've got to stay. Wet for your time yet? You're staying in New Zealand for another year or so. Yeah. Oh, I am just 5 months. No, had it. Yeah. Yeah. Yeah, thank you. So do you want that bag? Yeah. Can I keep this one on the flight if I go back to Auckland? Auckland? Oh yes, you can take that back to Auckland. Yes. That's why I asked you where you're staying, because if you're taking it to Australia, you can't take it to Australia. No, Or I'm going back to Auckland, not to Australia. you can take that back. Yeah, I will bring Nice. hot. Yeah, it's a great Thank you. conversation. Fine. Bye. See you, bye. Bye. ഇതൊക്കെ എനിക്ക് തന്നതാട്ടോ അയാള് ട്രൈ ചെയ്യാന്. ഞങ്ങൾ ഇവിടുന്ന് വാൾനട്ട് വാങ്ങി അല്ലേ, ലാഭമാണ് $9 ട്രൈ ചെയ്തു. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫാമിൽ വരിക, അതേപോലെ വല്ല ഓരോ ഫാം കാണുക, ഫാമേഴ്സ് മാർക്കറ്റ് പോവുക, ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ വലിയ ഹോബീസ് അല്ലേ. ഇവിടെ ഉണ്ട്, ആ ഭാഗത്തുണ്ട്. കുഞ്ഞിക്ക് ഇഷ്ടമാണോ അങ്ങനത്തെ ഒക്കെ? ഇതെനിക്ക് ഒരു തന്നാ കേട്ടോ, ഞാൻ ട്രൈ ചെയ്ത് നോക്കാണേ. നല്ല മധുരം ഉണ്ട് മഞ്ഞ, നല്ല മധുരം ഉണ്ട് ഈ മഞ്ഞ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ട്രൈ ചെയ്തിട്ട്.
അടുത്ത ട്രൈ ചെയ്ത് നോക്കാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ഇത് ഇവിടുത്തെ ഒരു കോഴി ഫാമാണ് കേട്ടോ. ഇവിടെ അവർക്കുള്ള ഫുഡാണ്. അപ്പുറത്തെ ഒരു സൂര്യകാന്തി തോട്ടമുണ്ട്. ആ സൂര്യകാന്തിൻ്റെ വിത്ത് ചാടുന്ന സമയത്ത് ഈ കോഴിക്കൾ അങ്ങോട്ട് മാറ്റിട്ടോ. അതുപോലെ ഫുഡ് അതാണ്. നല്ല ഭംഗിയുള്ളൊരു കോഴി ഫാം. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല ഇതിന് അല്ലേ, ജസ്റ്റ് ആണ് അയച്ചു വിട്ടിക്കാണ്. ഒരു വെള്ളത്തിനുള്ള സെറ്റപ്പും കൊടുത്തു. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ വേണമെങ്കിൽ നൈറ്റൊക്കെ കയറിക്കാനുള്ളൊരു സെറ്റപ്പ് കാറല്ലേ മേ ബി. കോഴിക്കളൊക്കെ വന്നിട്ട് തിന്നാൻ കിട്ടുക പറയാൻ വേണ്ടി വന്നേതാരോ. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. നമ്മളെ നാട്ടിൽ ഇതൊക്കെ ട്രൈ ചെയ്യാം. ഇവിടെ ഒരു സൂര്യകാന്തി തോട്ടം നല്ല ഭംഗിയുണ്ട് കാണാൻ. നോർത്ത് ഐലൻഡിൽ ഇങ്ങനെ ഫാമിൻ്റെ ഉള്ളിലേക്കൊന്നും അങ്ങനെ കയറ്റൂലല്ലേ. പക്ഷെ ഇവിടെ ഭയങ്കര നമുക്ക് വെൽക്കമിങ് ആണ്. ഇനി നമ്മളെ വണ്ടി കണ്ടിട്ട് ക്യാമ്പർമാനെ കണ്ടിട്ടാണോ ടൂറിസ്റ്റ് ആണ് കണ്ടിട്ടാണോ അറിയില്ല കേട്ടോ. ഭയങ്കര വിളിച്ചിരുത്തി കാണിച്ചു തരുന്നതും വലിയ റെസ്ട്രിക്ഷനൊന്നും ഇല്ല. ഇതാ നമ്മളെ കോഴിക്കള് ഉണ്ടല്ലേ കൂട്ടത്തോടെ നിൽക്കണേ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ പോന്ന റൂമിൽ കേട്ടോ. ഫസ്റ്റത്തെ ദിവസം അതേപോലെ ലാസ്റ്റ് ദിവസം നമ്മൾ റൂം എടുത്തേക്കാം കേട്ടോ. ബാക്കിയൊക്കെ ക്യാമ്പർ വാനിലും വരുന്നത്. റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു ടോയ്ലറ്റാണ് ഈ ടോയ്ലറ്റ്. സെറ്റപ്പ് അടിപൊളിയല്ലേ. നമുക്ക് സ്പേസ് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ഐഡിയ നല്ല സൂപ്പറാട്ടോ. ഒന്നാമത് ഇവിടെ വെള്ളം വല്ല യൂസ് ചെയ്യണില്ലല്ലോ. റൂമിൻ്റെ വ്യൂ ആണ്. ക്രൈസ്റ്റ് ചർച്ചിൻ്റെ സെൻട്രൽ ഭാഗമല്ലേ, CBD എന്ന് പറയാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ കണ്ട കാഴ്ചകളൊക്കെ ഞാൻ എല്ലാതും ഇതിൽ പാർട്ടായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.